രാജ്യം കണ്ട ഏറ്റവും വലിയ മുതലാളി, അങ്ങനെ അദാനിയെ വിശേഷിപ്പിക്കാൻ ആവുമോ? വിശേഷിപ്പിക്കാം. എന്നാൽ അദ്ദേഹം വെറുമൊരു മുതലാളിയല്ല, ഓരോ തൊഴിലാളിയും അറിയുന്ന മുതലാളിയാണ്. കഴിഞ്ഞ ദിവസം തൊഴിലാളി ദിനമായിരുന്നു. തൊഴിലാളി ദിനത്തിൽ തന്റെ മെയ് ദിന പ്രസംഗത്തിൽ ശ്രീരാമൻ രാവണന്റെ ലങ്കയിലേക്ക് പോകാൻ വാനരപ്പട പാലം നിർമ്മിക്കുമ്പോൾ അതിൽ പങ്കാളിയാകാൻ എത്തിയ ഒരു കുഞ്ഞു അണ്ണാരക്കണ്ണന്റെ കഥ പറയുകയായിരുന്നു ഗൗതം അദാനി. നമ്മുടേതുപോലെ വിശാലമായ ഒരു രാജ്യം, ഭാരതം പോലെ വിശാലമായ ഒരു രാജ്യം, അവിടെ ഇത്രയും വലിയ ജനസംഖ്യക്കിടയിൽ ഞാൻ മാത്രം ചെയ്തിട്ട് എന്ത്, എൻ്റെ ഒറ്റപ്പെട്ട സംഭാവന എന്തു മാറ്റമുണ്ടാക്കും എന്ന് നിങ്ങളിൽ ചിലരൊക്കെ ചിന്തിക്കാം. പക്ഷെ എന്ത് സംഭവിക്കാനാണ് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഈ ചിന്തയുടെ പശ്ചാത്തലത്തിൽ ഞാൻ നിങ്ങളോടൊരു കഥ പങ്കുവെക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണ് അദ്ദേഹം ഈ കഥ പറയുന്നത്. ശ്രീരാമന്റെ നേതൃത്വത്തിൽ വാനരസേന കടൽ തീരത്തെത്തുകയും ലങ്കയിലേക്ക് സമുദ്രത്തിനു കുറുകെ ഒരു പാലം നിർമ്മിക്കുകയും ചെയ്യുക എന്ന മഹത്തായ നിർമ്മാണം ആരംഭിച്ചു. ശക്തരായ വാനരന്മാരും കരടികളും കൂറ്റൻ പാറകൾ ഉയർത്തി സമുദ്രത്തിലേക്ക് എറിയുകയായിരുന്നു. ആ നിമിഷം ശ്രീരാമനും ലക്ഷ്മണനും ഈ ജോലി എവിടെ വരെയായി എന്നറിയാൻ അവിടെ എത്തുന്നു. ആവർത്തിച്ച് സമൂഹത്തിലേക്ക് ഓടുന്നത് അവർ ശ്രദ്ധിച്ചു. അവിടെ ഒരു കുഞ്ഞ് അണ്ണാൻ ആവർത്തിച്ച് സമുദ്രത്തിലേക്ക് ഓടുന്നതും തിരിച്ചു വരുന്നതും അവർ കാണുന്നു. ആ കുഞ്ഞ് അണ്ണാൻ നനഞ്ഞ മണലിൽ ഉരുളുകയും പിന്നീട് ആ മണൽ നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിലേക്ക് കുടയുകയും ചെയ്യുന്നു. ഇത് ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരുന്നു. നീ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ അണ്ണാൻ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, ഞാനും എൻ്റെ സംഭാവന നൽകുകയാണ്. ഇത്തരം കൂറ്റൻ കല്ലുകൾക്ക് മുന്നിൽ നിന്റെ ചെറിയ തരികൾ എന്ത് മാറ്റമുണ്ടാക്കുമെന്ന് ചോദിച്ചപ്പോൾ അണ്ണാന്റെ മറുപടി ഇങ്ങനെ: എൻ്റെ മണൽത്തരികൾ എത്രത്തോളം മാറ്റമുണ്ടാക്കുന്നു എന്നതല്ല കാര്യം. ചരിത്രം എഴുതപ്പെടുമ്പോൾ ഞാൻ എൻ്റെ സംഭാവന നൽകിയില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല എന്നതാണ് പ്രധാനം. ഇന്ത്യയെ വികസിത ഇന്ത്യയാക്കി മാറ്റുന്നതിന് ഓരോ വ്യക്തിയും നടത്തുന്ന ചെറിയ സംഭാവനകൾക്ക് പോലും ഈ കഥയിലൂടെ പ്രാധാന്യമുണ്ട് എന്ന് അദാനി പറയുകയായിരുന്നു. 40 വർഷം മുൻപ് ഒരു മെയ് ദിനത്തിലാണ് അദ്ദേഹം വിവാഹിതനായത്. ഇക്കുറി മെയ് ദിനത്തിൽ ഭാര്യ പ്രീതി അദാനിക്കൊപ്പം കേദാർനാഥ് ക്ഷേത്ര ദർശനം നടത്തി മഹാദേവനോട് രാജ്യത്തിനു വേണ്ടിയുള്ള തൊഴിലാളികളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. മെയ് 1 തൊഴിലാളി ദിനത്തിൽ ഭാര്യ പ്രീതിക്കൊപ്പം കേദാർനാഥ് ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ എത്തിയ ഗൗതം അദാനി അവിടെ വെച്ച് രാജ്യത്തിന്റെ പുരോഗതിക്കും ജീവനക്കാരുടെ ഓരോരുത്തരുടെയും ജീവിതം സന്തോഷവും സമാധാനവും നല്ല ആരോഗ്യവും കൊണ്ട് നിറയാനും താനും ഭാര്യയും പ്രാർത്ഥിച്ചതായി പറഞ്ഞു. മഹത്തായ രാഷ്ട്രമായ ഇന്ത്യയിൽ എനിക്ക് ജന്മം നൽകിയതിന്, ഈ രാജ്യത്തെ സേവിക്കാൻ എനിക്ക് അവസരം നൽകിയതിന്, നിങ്ങളുടെ എല്ലാ സ്നേഹവും വിശ്വാസവും എനിക്ക് നൽകിയതിന് ഞങ്ങൾ നന്ദിയുള്ളവരാണ്. അവിടെ വെച്ച് പുതുക്കിയ ആവേശത്തോടും പുതിയ ഊർജ്ജത്തോടും കൂടി ഒത്തൊരുമിച്ച് കൂടുതൽ വലിയ ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കാൻ പവിത്രമായ പ്രതിജ്ഞ എടുത്തുവെന്നും അദാനി പറഞ്ഞു. ഇതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, അദ്ദേഹം വെറുമൊരു മുതലാളിയല്ല, രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി ചിന്തിക്കുന്ന, ഓരോ തൊഴിലാളികളുടെയും ജീവിതം എങ്ങനെയാകണം എന്ന് ആഗ്രഹിക്കുന്ന നല്ല ഒരു മുതലാളിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗൗതം അദാനിക്ക് ഓരോ ദിവസവും, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇത്രയധികം ഉയർച്ച നേടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.